ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും ഭാഗവത കഥയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 4-ാമത്തെ സ്കന്ധത്തിലെ 43-ാമത്തെ കഥയായ വരം നേടി ധ്രുവൻ കൊട്ടാരത്തിലേക്ക്. ദേവന്മാർ ഭഗവാന്റെ വാക്കുകൾ കേട്ട് നിർഭയരായി അദ്ദേഹത്തെ നമസ്കരിച്ച് സ്വർഗത്തിലേക്ക് പോയി. തൻ്റെ പരമഭക്തനായ ധ്രുവനെ കാണാൻ മഹാവിഷ്ണുവിന് ധൃതിയായി. അദ്ദേഹം ഗരുഡാരൂഢനായി മധുവനത്തിലേക്ക് പുറപ്പെട്ടു. ധ്രുവൻ യോഗനിഷ്ഠയിലായിരുന്നു. ഹൃദയത്തിൽ മിന്നൽ പോലെ പ്രകാശിച്ചുകൊണ്ടിരുന്ന ഭഗവാൻ പെട്ടെന്ന് അപ്രത്യക്ഷനായപ്പോൾ അടച്ചിരുന്ന കണ്ണുകൾ തുറന്നു. എന്തൊരത്ഭുതം! ഭഗവാൻ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. പെട്ടെന്ന് ഭഗവാനെ പുറത്തു കണ്ടപ്പോൾ തെല്ലൊരു പരിഭ്രമത്തോടെ ധ്രുവകുമാരൻ നിലത്തു വീണ് നമസ്കരിച്ചു. താൻ കണ്ണുകൾ കൊണ്ട് ഭഗവാനെ പാനം ചെയ്യുകയാണോ? മുഖം കൊണ്ട് ചുംബിക്കുകയാണോ? കൈകൾ കൊണ്ട് ആലിംഗനം ചെയ്യുകയാണോ? ഒരു നിമിഷം ബാലന് എല്ലാം തോന്നിപ്പോയി. അവൻ ഭഗവാനെ വന്ദിച്ചു. എല്ലാവരുടെയും ഹൃദയത്തിൽ അന്തര്യാമിയായി വസിക്കുന്ന ഭഗവാൻ തൻ്റെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്ന ധ്രുവനെ കാരുണ്യം ചൊരിഞ്ഞുകൊണ്ട് ആ കവിളിൽ പാഞ്ചജന്യം കൊണ്ട് സ്പർശിച്ചു. ജീവേശ്വര തത്വം ഉണർന്നു. മനസ്സിൽ പ്രേമഭക്തി നിറഞ്ഞു. ആ ഇളം ചുണ്ടുകളിൽ നിന്നും ദിവ്യസ്തുതികൾ അടർന്നു വീണു. സർവശക്തനായ ഭഗവാൻ തൻ്റെ ഉള്ളിലുള്ള ശക്തിയോട് ചേർന്ന് പ്രാണനെയും സർവേന്ദ്രിയങ്ങളെയും പ്രവർത്തിപ്പിക്കുന്നു. തന്മൂലം അഷ്ടൈശ്വര്യങ്ങളും ഷഡ്ഗുണങ്ങളും പൂർണ്ണത പ്രാപിച്ച് പുരുഷോത്തമ സാന്നിധ്യം വർദ്ധിക്കുന്നു. ആ പുരുഷോത്തമന് നമസ്കാരം. ഏകനായ ഭഗവാൻ സ്വമായ കൊണ്ട് പ്രപഞ്ചത്തെയും മഹത്വാദിത്വ തത്വങ്ങളെയും സൃഷ്ടിച്ച് അതിലേക്ക് അന്തര്യാമിയായി പ്രവേശിച്ച് ദേവതാരൂപത്തിൽ പലതായി പ്രകാശിക്കുന്നു. അങ്ങയെ ശരണം പ്രാപിച്ച ബ്രഹ്മാവ് അങ്ങ് നൽകിയ ജ്ഞാനം കൊണ്ടാണ് വിശ്വത്തെ ദർശിച്ചത്. ആ സത്യം അങ്ങയുടെ പാദമൂലം അറിവുള്ളവർക്കെല്ലാം മനസ്സിലാകും. ജന്മമരണാദികളിൽ നിന്ന് മുക്തി നൽകുന്ന അങ്ങയെ നിസ്സാര കാര്യങ്ങൾക്കു വേണ്ടി സേവിക്കുന്നവർ അങ്ങയുടെ മായയാൽ ആണെന്നുള്ളതിന് സംശയമില്ല. അങ്ങയുടെ പാദപത്മധ്യാനത്താലും ഭക്തന്മാരിൽ നിന്ന് ലഭിക്കുന്ന ഭഗവത് കഥാ ശ്രവണത്താലും ലഭിക്കുന്ന ആനന്ദം ബ്രഹ്മത്തിൽ നിന്ന് പോലും ലഭിക്കുന്നതല്ല. കാലിൻ്റെ വാളിന് ഇരയായി നശിപ്പിക്കപ്പെടുന്ന വിമാനത്തിലെ സകാമന്മാർക്ക് ആനന്ദം ഒരിക്കലും കിട്ടുന്നതല്ല. അങ്ങയെ ഭക്തിപൂർവ്വം ആരാധിക്കുന്ന വിശുദ്ധ മഹാത്മാക്കളുടെ സംഘം എനിക്ക് എന്നും ഉണ്ടാകുവാൻ അനുഗ്രഹിക്കണം. അത് ലഭിച്ചു കഴിഞ്ഞാൽ ദുസ്സഹമായ സംസാര സമുദ്രം വിഷമം കൂടാതെ അക്കരെ കടക്കുവാൻ കഴിയും. അങ്ങയുടെ പാദപത്മ സുഗന്ധം ആസ്വദിച്ച് കൊതിച്ച് ഭക്തന്മാരുമായി എന്നും ഇടപെടുന്നവർ തൻ്റെ ശരീരത്തെയും കുടുംബത്തെയും പുത്രമിത്രാദികളെയും സ്മരിക്കുന്നതേയില്ല. അങ്ങയുടെ സ്ഥൂലമായ ശരീരം മാത്രം ഞാൻ അറിയുന്നു. സൂക്ഷ്മ വാസ്തവ സ്വരൂപം അറിയുന്നുമില്ല. അങ്ങ് നിത്യമുക്തനും നിത്യശുദ്ധനും സർവജ്ഞനും ആത്മസ്വരൂപനും നിർവികാരനുമാണ്. ആദിപുരുഷനും ഐശ്വര്യാദി ഷഡ്ഗുണപൂർണനും ത്രിഗുണങ്ങളെ നിയന്ത്രിക്കുന്നവനുമായ അങ്ങ് യജ്ഞഫലദാതാവ് കൂടിയാണ്. അങ്ങേക്ക് നമസ്കാരം. വിദ്യയും അവിദ്യയും തമ്മിലുള്ള സൃഷ്ടിശക്തിയും സംഹാരശക്തിയും തമ്മിലുള്ള പല വൈരുദ്ധ്യങ്ങളും കാണാമെങ്കിലും അവയിലെല്ലാം ഭഗവാൻ വസിക്കുന്നു, സദാ പ്രകാശിക്കുന്നു. ആ പ്രകാശം തന്നെയാണ് ബ്രഹ്മമെന്നറിഞ്ഞ് ഞാൻ ശരണം പ്രാപിക്കുന്നു. നിരന്തരം ഭജിക്കുന്ന പുണ്യവാന് അങ്ങയുടെ പാദപത്മം തന്നെയാണ് മറ്റുള്ള സർവാശിശുക്കളെക്കാളും പ്രധാനം. എന്നിരുന്നാലും ലോകാനുഗ്രഹ തൽപരനായ അങ്ങ് ആദ്യം പ്രസവിച്ച പശു തൻ്റെ കുട്ടിയെ എന്ന പോലെ ഞങ്ങളെ പരിപാലിക്കുന്നു. സത്യസങ്കല്പനും വിവേകിയുമായ ധ്രുവകുമാരൻ്റെ സ്തുതി കേട്ട് ഭക്തവത്സലനായ ഭഗവാൻ സന്തോഷിച്ച് അഭിനന്ദിച്ചുകൊണ്ടിങ്ങനെ പറഞ്ഞു: കുമാര, നിന്റെ മനസ്സ് ഞാൻ അറിയുന്നു. പ്രയാസമുണ്ടെങ്കിലും ഞാനത് ചെയ്തു തരാം. മംഗളം ഭവിക്കട്ടെ. നിത്യവാസസ്ഥാനമായ ശോഭയാർന്ന ധ്രുവപദത്തിൽ ഇതുവരെ മറ്റാരും എത്തിച്ചേർന്നിട്ടില്ല. അത് ഞാൻ നിനക്ക് സന്തോഷപൂർവ്വം തരുന്നു. അവിടെ ഗ്രഹങ്ങളായും നക്ഷത്രങ്ങളായും മറ്റും ധാരാളം ജ്യോതിർഗോളങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. അവിടെ ചക്കിൻ്റെ കുറ്റിയിൽ ചുറ്റുന്ന കാലികളെപ്പോലെ ധർമ്മൻ, അഗ്നി, കശ്യപൻ, ശുക്രൻ, സപ്തർഷികൾ എന്നീ നക്ഷത്രങ്ങൾ മറ്റു നക്ഷത്രങ്ങളോടൊപ്പം പ്രദക്ഷിണം വെച്ച് സഞ്ചരിക്കുന്നു. പിതാവ് നിനക്ക് രാജ്യം നൽകി കാട്ടിലേക്ക് പോയാൽ നീ 36,000 വർഷം രാജ്യം ഭരിക്കും. നിന്റെ സഹോദരനായ ഉത്തമൻ നായാട്ടിന് പോയി കാട്ടിൽ വെച്ചു മരിക്കും. അമ്മയായ സുരുചി മകനെ തേടി കാട്ടിലെത്തും. അവർ കാട്ടുതീയിൽ അകപ്പെട്ടു മരിക്കും. വിധി പോലെ ധാരാളം യജ്ഞങ്ങൾ എന്നെ യജിച്ച് ഇവിടെ നടത്തും. ധാരാളം യജ്ഞഭോഗങ്ങൾ അനുഭവിച്ച് സുഖമായി വാഴും.
ജീവിതാന്ത്യത്തിൽ നീ എന്നെ സ്മരിക്കും. അപ്പോൾ വീണ്ടും മനുഷ്യൻ സംസാരം പ്രാപിക്കാത്ത ആ ലോകത്ത് നീ എത്തും. ഋഷിമാരുടെ ലോകത്തിനു മുകളിലുള്ള ആ ലോകമാണ് എൻ്റേത്. ആ വൈകുണ്ഠ ലോകം പിന്നെ നിന്റേതു കൂടിയാണ്. ഭഗവാൻ കാര്യം വ്യക്തമാക്കിക്കൊണ്ട് ഉപസംഹരിച്ചു. ധ്രുവകുമാരൻ ഗരുഡധ്വജനെ ഭക്തിപൂർവം പൂജിച്ചു. ഭഗവാൻ ധ്രുവനെ അനുഗ്രഹിച്ചു. പെട്ടെന്ന് വൈകുണ്ഠം പ്രാപിച്ചു. ധ്രുവനോ ഇവന് ഇനി ഒരു ആഗ്രഹവുമില്ല. പൂർണ്ണമായും തൻ്റെ ആഗ്രഹം സാധിച്ചു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ധ്രുവന്റെ മുഖത്ത് എന്തോ ഒരു തെളിച്ചക്കുറവ്. അതെന്താ? സപത്നി മാതാവിൻ്റെ വാക്ഷരങ്ങളേറ്റ് ബാലഹൃദയം വേദനിച്ചു. എത്ര ശ്രമിച്ചിട്ടും ചെറിയമ്മയുടെ ക്രൂരവാക്കുകൾ അവന് മറക്കാനായില്ല. അതോർത്ത് അവൻ മുക്തിപ്രദനായ ഭഗവാനിൽ നിന്നുപോലും മുക്തി ആഗ്രഹിച്ചില്ല. വ്രണിതഹൃദയനായ സുനിധിപുത്രൻ മനസ്സിൽ പലതും ഓർത്തു. തൻ്റെ അജ്ഞതയോർത്തവൻ സ്വയം മനസ്സിനെ ശപിച്ചു. സനകാദികൾക്ക് അനേക ജന്മം കൊണ്ട് കിട്ടിയ പരമാർത്ഥ സ്വരൂപജ്ഞാനം വെറും 6 മാസം കൊണ്ട് തനിക്ക് ലഭിച്ചു. എന്നിട്ടും ഫലമുണ്ടായില്ല, പക്വത വന്നില്ല. മനസ്സിപ്പോഴും പഴയ പടി തന്നെ. ഭാഗ്യം കെട്ട എൻ്റെ അജ്ഞതയ്ക്ക് ഒരു കുറവുമില്ല. ഇപ്പോഴും ഞാൻ ഭോഗസുഖം ആഗ്രഹിക്കുന്നു. നാരദന്റെ വാക്കുകൾ വേണ്ട പോലെ ഗ്രഹിക്കാൻ കഴിയാതെ പോയത് കഷ്ടമായിപ്പോയി. മായയാൽ മോഹിതനായി സഹോദരനെ ശത്രുവാണെന്നു കരുതിപ്പോയി. ആയുസ് നഷ്ടപ്പെട്ടവനെ ചികിത്സിച്ചിട്ട് എന്തു ഫലം? സംസാരനാശകനായ ഭഗവാനെ തപസ്സുകൊണ്ട് പ്രസാദിപ്പിച്ച് ഞാൻ സംസാരത്തെ യാചിച്ചല്ലോ. നിത്യാനന്ദം നൽകുന്ന ഭഗവാനിൽ നിന്നും മൂഢത നിമിത്തം ദരിദ്രൻ ചക്രവർത്തിയിൽ നിന്ന് പതിരി യാചിക്കുന്നത് പോലെ കഷ്ടമായിപ്പോയി. മകൻ തിരിച്ചു വന്നുവെന്ന് കേട്ടപ്പോൾ ഉത്താനപാദന് വിശ്വാസം വന്നില്ല. അത് അസംഭവ്യമാണെന്നു കരുതി കാര്യമാക്കിയില്ല. അപ്പോഴാണ് നാരദവാക്യം ഓർമ്മ വന്നത്. ശുഭവാർത്ത നൽകിയ സേവകന് സമ്മാനങ്ങൾ നൽകി സന്തോഷിപ്പിച്ചു. കൊട്ടാരത്തിൽ ആനന്ദം പൂത്തുലഞ്ഞു. രാജാവ് ബന്ധുക്കളോടും മന്ത്രിമാരോടും കൂടി വാദ്യഘോഷത്തോടെ പുത്രനെ സ്വീകരിക്കുവാൻ ഭാര്യമാരോടൊപ്പം സ്വർണത്തേരിൽ പുറപ്പെട്ടു. രാജകീയമായ യാത്ര ഉപവനത്തിനടുത്തെത്തിയപ്പോൾ രാജാവ് തേരിൽ നിന്ന് താഴെ ഇറങ്ങി പുത്രനെ ഗാഢം പുണർന്നു. ഭഗവാന്റെ അനുഗ്രഹത്താൽ സർവപാപവും നശിച്ച പുത്രനെ സന്തോഷപൂർവ്വം പിതാവ് ആലിംഗനം ചെയ്തു. ആനന്ദാശ്രുക്കൾ പൊഴിച്ചുകൊണ്ട് പൊന്നോമന പുത്രനെ വീണ്ടും വീണ്ടും ഉമ്മവെച്ചു. പുത്രൻ പിതാവിൻ്റെയും അമ്മമാരെയും അഭിവാദ്യം ചെയ്ത് വന്ദിച്ചു. അമ്മമാർ സ്നേഹപൂർവ്വം അവനെ എഴുന്നേൽപ്പിച്ച് ആലിംഗനം ചെയ്ത് കണ്ണുനീരൊഴുക്കി. ആയുഷ്മാനാകുക എന്നു പറഞ്ഞ് അവർ നെറുകയിൽ തൊട്ട് ധ്രുവനെ അനുഗ്രഹിച്ചു. പ്രേമപരവശരായി ധ്രുവനും ഉത്തമനും പരസ്പരം ആലിംഗനം ചെയ്തു. കുശലങ്ങൾ അന്വേഷിച്ചു. മാതൃവാത്സല്യം കനപ്പെട്ടപ്പോൾ സുനീതിയുടെ സ്തനങ്ങളിൽ നിന്നും പാലൂർന്നു വീണു. പ്രജകൾ സുനീതിയുടെ സൗഭാഗ്യത്തെ പാടിപ്പുകഴ്ത്തി. ധ്രുവന്റെ പ്രഭാവം മനസ്സിലാക്കി അച്ഛനമ്മമാരും ബന്ധുക്കളും വിസ്മയമാർന്നു. ഉത്താനപാദൻ ഉത്തമനോടുകൂടി ധ്രുവനെ ആനപ്പുറത്തേറ്റി കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. പുത്രനെ രാജാവായി വാഴിച്ചു. അന്തപുര സ്ത്രീകൾ ഇളയ രാജാവിനെ ആശീർവദിച്ച് കടുകും അക്ഷതവുമെറിഞ്ഞ് ദിവ്യപുഷ്പങ്ങൾ വർഷിച്ച് സ്തുതിച്ചു. യൗവനാരൂഢനും മന്ത്രിമാർക്ക് സമ്മതനും പ്രജകൾക്ക് പ്രിയങ്കരനുമായ ധ്രുവനെ ഉത്താനപാദ മഹാരാജാവ് ചക്രവർത്തിയായി അഭിഷേകം ചെയ്തു. അതിനുശേഷം അദ്ദേഹം വിരക്തനായി തപസ്സനുഷ്ഠിക്കുവാൻ വനത്തിലേക്ക് പോയി. ഹരേ കൃഷ്ണ. അങ്ങനെ ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ഒരു കഥയുമായിട്ട് നമുക്ക് നാളെ കണ്ടുമുട്ടാം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ.